മേഘങ്ങൾക്കും മീതെയുള്ള ഹിമാലയൻ ഗ്രാമങ്ങളിലൂടെ വീണ്ടും മീനുക്കുട്ടിയോടൊപ്പം യാത്രയ്ക്കിറങ്ങിയതാണ് നമ്മൾ. 8 മാസത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ ബൈക്ക് റൈഡ് പുനരാരംഭിക്കുന്നത്. ഡാർജിലിങ്ങിനടുത്തുള്ള കർസിയോങ് എന്ന ഇടത്ത് സഞ്ജീവ് ബ്രോയുടെ അടുത്തായിരുന്നു നമ്മുടെ ബൈക്ക് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും പോയി നമ്മൾ സഞ്ജീവ് ബ്രോയൊക്കെ കണ്ട് ബൈക്കും എടുത്ത് വീണ്ടും നമ്മളുടെ യാത്ര തുടങ്ങിയതാണ് കഴിഞ്ഞ ദിവസം. ഇതുവരെ നമ്മൾ എത്തിച്ചേരാത്ത ഇൻറ്റീരിയർ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുക, അവരുടെ ജീവിതങ്ങൾ നേരിട്ട് കാണുക, അവരുടെ കൂടെ താമസിക്കുക ഒക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു യാത്രയുടെ ലക്ഷ്യമെന്നുള്ളത്. യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു നാടിൻ്റെ സ്വന്തമായിട്ടുള്ള കോടമഞ്ഞ് നമുക്ക് കൂടെയുണ്ട്. അങ്ങനെ ചെറിയൊരു ടൗണിലേക്ക് നമ്മളെത്തി. ഇവിടെ നിന്നും വഴി രണ്ടായിട്ട് പിരിയുന്നുണ്ട്, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. സാധാരണ ടൂറിസ്റ്റുകൾ എത്തിപ്പെടാത്ത ഇൻറ്റീരിയർ വഴികളിലൂടെ വീണ്ടും നമ്മൾ മുൻപോട്ടേക്ക്. റോഡുണ്ടല്ലോ അത്യാവശ്യത്തിൽ അധികം മോശമാണ് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ചെയ്യുന്നതിലൊരു റിസ്ക് എടുത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രേക്ക്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത്രയും ദിവസം വെറുതെ എന്നിട്ടാണെന്ന് തോന്നും, ആ പുറകത്തെ ബ്രേക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ താങ്ങിയിട്ട് പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ചിലപ്പോൾ അതൊന്ന് ഓടി വേണം റെഡി ആവാൻ. അതല്ല എങ്കിൽ ഒന്ന് സർവീസ് സെൻറ്ററിൽ എന്തായാലും ഫുൾ സർവീസ് നമ്മൾ കൊടുക്കും തിരിച്ച് സിലിഗുറി എത്തിയതിന് ശേഷം. അപ്പം അവിടെ നിന്ന് റെഡിയാക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു കട്ടർ ഭാഗത്തൂടെ പ്രോപ്പർ ബ്രേക്ക് ഇല്ലാതെ വരുന്നത് ഒരിച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. വീണ്ടും മുൻപോട്ടേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ സന്തോഷം പോലെ വെയിലൊക്കെ പതുക്കെ തെളിഞ്ഞു വന്നു. നമ്മളങ്ങനെ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തി. ഇന്നത്തെ ദിവസം ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വെയിൽ കാണുന്നത്. ഇതാണ് ഈ ഒരു ഭാഗത്തെ ഗ്രാമങ്ങളുണ്ടാവുക. മലയുടെ മുകളിൽ ആ ഒരു ചെരിവിലൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായി വന്നേക്കുന്ന ഗ്രാമങ്ങൾ. ചെറിയ ചെറിയ വീടുകളാണ്, വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നുമല്ല. അതുകൂടാതെ അവർ ആ ഒരു സൈഡിലൊക്കെ നട്ടേക്കുന്നുണ്ടല്ലോ മുള്ളങ്കിയാണ്. ഇപ്പം മുള്ളങ്കി നടുന്ന സീസണാണ് കേട്ടോ. നമ്മളെ ആ ഒരു മല കയറി അതിൻ്റെ മറുവശത്തേക്കാണ് വന്ന് ഇറങ്ങിയിട്ടുള്ളത്. മേ ബി അതുകൊണ്ടായിരിക്കണം ഈ ഒരു സൈഡിൽ നമുക്ക് അത്യാവശ്യം സൂര്യവെളിച്ചമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മേഖല എപ്പോൾ വേണമെങ്കിലും മൂടൽമഞ്ഞ് വന്ന് കയറുന്ന ഒരു പ്രദേശമാണെന്നുള്ളത്. നോക്കി നിൽക്കുന്ന നിപ്പിൽ ആ ഒരു മഞ്ഞ് വന്ന് കയറി മൊത്തം നമ്മളെ മൂടിപ്പോവും. ഇപ്പോൾ ആ ഒരു ലൈറ്റ് കൂടി വന്നപ്പോഴത്തേക്കുണ്ടല്ലോ പ്രത്യേകം എന്തെന്നില്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. ഇപ്പം കുറച്ചധികം നേരമായിട്ട് ഈ ഒരു കാട്ടിക്കൂടി തന്നെയാണ് ഓടുന്നത്. വേറെ ഗ്രാമങ്ങളൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. ആ ഒരു ലൈറ്റിൻ്റെ ആർട്ടുണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഭംഗിയെ. കൂട്ടത്തിൽ ആ ഒരു കോടമഞ്ഞ് കൂടി വരുമ്പോഴത്തേക്കും ആ ലൈറ്റ് വരുന്ന വഴി നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു നാടിൻ്റെ രസം എന്ന് പറയുന്നത്, ഭംഗിയുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. നോക്കത്താ ദൂരത്തോളം വീണ്ടും പൈൻമര കാടുകളും. ലെഫ്റ്റ് സൈഡിലുള്ളത് പൈനല്ല, വേറെ ഏതോ മരമാണ്. എൻ്റെ പൊന്നെ, ഒടുവിൽ നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് വന്നിറങ്ങി. ഒരു വീടതാ കാണുന്നു. അതുകൊണ്ടല്ലോ എന്താ എൻജോയ് ദ നാച്ചർ വിത്ത് അവർ വാം സർവീസ്. ഹോം സ്റ്റേ ആണ് കേട്ടോ. ഫുള്ള് ഹോം സ്റ്റേകളാണല്ലോ. അതിഥി ദേവോ ഭവ. ഞാൻ അവിടെ നിന്ന് ആ ഒരു മല ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഒരു റോഡ് പോകുന്ന കാണുന്നു. അതേതോ ഗ്രാമത്തിൻ്റെ വീണ്ടും ഉള്ളിലേക്കാണെന്ന് തോന്നുന്നത്. ഞാൻ എന്തായാലും ജസ്റ്റ് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറുകയാണ്. കൂടാതെ അങ്ങോട്ടേക്കുള്ള റോഡും അത്യാവശ്യം കൊള്ളാം. പിന്നെ അവിടെ എന്തോ മൊണാസ്ട്രിയോ അങ്ങനെ എന്തോ സംതിങ് ഗൊമ്പയോ അങ്ങനെ എന്തോ സംഗതികളൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡിലേക്കാണെങ്കിൽ ഗ്രാമമൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടി നോക്കാമല്ലോ നമുക്ക്. ഇവിടെ ഈ ഒരു മലയുടെ സൈഡിലായിട്ട് കണ്ട നിങ്ങൾ ആ ചുവന്ന് കാണുന്നത് റോസാപ്പൂക്കളാണ്. ഏതോ ഒരു വീടിൻ്റെ അതിരിൽ അവർ റോസാപ്പൂ നട്ടേക്കുന്നതാണ്. എന്നാ കളറാന്ന് നോക്കി നിങ്ങൾ. കോയി ലഗ്ദാം അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിൻ്റെ പേരുള്ളത്. കൊള്ളാം അല്ലേ, നല്ലൊരു പേര്, കോയി ലഗ്ദാം. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ഗ്രാമത്തിൻ്റെ ആ വഴിയെ നേരെ ലീഡ് ചെയ്യുന്നത് അടുത്ത ഒരു പൈൻമരക്കാട്ടിലേക്ക് തന്നെയാണ്. കണ്ട നിങ്ങൾ. ചേടാ ആ ഗ്രാമം തീർന്നോ? ആ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ അവിടെ ഉണ്ട്. ഈ റോഡ് എന്തായാലും പോകുന്നത് അടുത്ത ഏതെങ്കിലും ഒരു ഗ്രാമമായിരിക്കും. പോയി നോക്കാം നമുക്ക്. ഇതൊക്കെ ഒരു രസമല്ലേ കണ്ടുപിടിക്കുക എന്നുള്ളതേ. ചില സമയങ്ങളിൽ എനിക്ക് കിട്ടുന്നൊരു അനുഭവമാണ്. ഇങ്ങനെ മോശം വഴികളിലൂടെയൊക്കെ പോയി അവസാനം സുന്ദരമായിട്ടുള്ള സ്വർഗീയ തുല്യമായിട്ടുള്ള ചില സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടും കേട്ടോ. അതിങ്ങനെ നമ്മളെ ആരോ നയിച്ചു കൊണ്ടുപോകുന്ന പോലെ അങ്ങോട്ട് കൊണ്ടുപോകലാണ്. അതേ ഒരു നയിക്കൽ തന്നെയാണ് ഇത് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനും ആക്സിലേറ്റർ കൊടുക്കുന്നത്. വഴിയൊന്നും ഒട്ടും നല്ലതല്ല. ഇവിടെ നല്ലൊരു കയറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അത് ചരളിൽ ഇങ്ങനെ തെന്നിയാണ് ഞാൻ കയറിയത്. ദൈവമേ, അയ്യോ മാന് ഹിരൺ. അയ്യോ മാനെ പോലെ മാനെ, പ്ലീസ്. ഞാൻ എൻ്റെ ഫോണിലൊന്ന് സൂം ചെയ്തെടുത്തോട്ടെ. ഓടി കേട്ടോ, അത് അങ്ങോട്ട് പറഞ്ഞു. അയ്യോ, ഫോൺ എടുക്കാൻ സമ്മതിച്ചില്ല നിങ്ങൾ, അതിനു മുമ്പ് ഓടി. ഹിമാലയത്തിലുണ്ടാകുന്ന ഒരു ടൈപ്പ് മാനായിരുന്നത്. അങ്ങ് ദൂരം ഉണ്ടല്ലോ, അത് ആ ഒരു ഭാഗത്ത് കണ്ടങ്ങൾ കാട്ടുകോഴി, ഹിമാലയൻ കോഴി. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇനി പോലെ മൊത്തം നമുക്ക് ഹിമാലയനാണ്. ചേടാ കാട് തന്നെ, കൊടുങ്കാട് തന്നെ. ഇതിലേ പോകുമ്പോഴേ ഇപ്പം എനിക്കാകെ ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. മാനും
കാട്ടുകോഴിയും അതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വന്നോട്ടെ, കരടി, പിന്നെ നമ്മളുടെ ഇത് പുലി, ബാഗ്, ആ സാധനം ഉണ്ടാവാണ്ടിരുന്നാൽ മതി കേട്ടോ. മീനുക്കുട്ടിയെ കൂടെ ഉള്ളപ്പോൾ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയുള്ള ഇൻറ്റീരിയർ പ്ലേസിലേക്ക് നമുക്ക് ഒരു പേടിയില്ലാതെ, ചെറിയ വെള്ളച്ചാട്ടം, ഇങ്ങനെ കയറി വരാം കേട്ടോ. ഇതുവഴി നടക്കുക എന്നുള്ളത് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്, പക്ഷെ ബൈക്ക് റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ്. യെസ്, നമ്മളങ്ങനെ ആൾതാമസമുള്ളൊരു മേഖലയിലെത്തി. ആളുകളെ കണ്ടു. ഇത് ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ ആ ഒരു ആരാധനാ കേന്ദ്രമാണെന്ന് തോന്നുന്നു, ഗുംബ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ഇവിടെ ഒരു അപ്പൂപ്പനെ ഞാൻ കണ്ടേ. ഇതാണ് അപ്പൂപ്പൻ. അപ്പം ഇത് ഇവരുടെ വീടാണ് കേട്ടോ. പുള്ളിക്ക് ഇവിടുത്തെ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. ഈ ഒരു മലയടിവാരത്ത് കണ്ടില്ല നിങ്ങൾ, തട്ടുതട്ടായിട്ട് കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഗ്രാമം. ഞാൻ നേരത്തെ ഒരു ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞില്ലേ, അതിൻ്റെ ഫേസ് 1 എന്നാണെന്ന് ഈ ഗ്രാമത്തിന് പറയുന്നത്. ഇവിടെ എല്ലാം എന്തുണ്ടെങ്കിൽ വിള ഇട്ടേക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു മുള്ളങ്കിയാണ് എന്ന് തോന്നുന്നു കേട്ടോ, ഈ വളർന്നു വരുന്ന സാധനങ്ങളെ. നോക്കിയാൽ നിങ്ങൾ, ഞാൻ തിരിച്ച് നമ്മളുടെ നാട്ടിലേക്ക് വന്നിട്ടും വേറെ ഭാഷ, വേറെ സംസ്കാരം, വേറെ ആളുകൾ. അതാണ് നമ്മളുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത. ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും മറ്റൊരു ലോകത്തിൻ്റെ ഒരു മിനി കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ തരം ഭാഷയിലുള്ള ആളുകൾ, എല്ലാ തരം ടെറൈനുകൾ ഒക്കെയുള്ള ഒരു ചെറിയ വേൾഡ്. ഇവിടെ ഈ ഒരു റോഡിന് സൈഡിലായിട്ടാണ് ഇവരെന്തോ ഒരു പുല്ലുവർഗ്ഗത്തിലുള്ള പശുവിനൊക്കെ കൊടുക്കുന്ന സാധനമാണ്, അതിൻ്റെ ഒരു കൃഷിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആക്സിലേറ്റർ കൊടുത്ത് ഞാനതാ ഇവിടുത്തെ ഈ ഒരു കുന്ന് വലിഞ്ഞ് കയറുകയാണ്. ഈ റോഡ് അവസാനിച്ചാൽ അല്ല, റോഡിങ്ങനെ വളഞ്ഞ് കയറി പോകുന്നതാണ്. ഇനി അങ്ങോട്ട് മേലോട്ടേക്ക് അങ്ങനെ പോവുകയാണ്. ഇവിടെ ഹോം സ്റ്റേ പരിപാടി ഇല്ല കേട്ടോ. ഞാനിവിടേക്ക് കയറി വന്നപ്പോഴത്തേക്കും ഏതുകൊണ്ടെങ്കിൽ ഇവിടെയുള്ള വീടുകളൊക്കെ നല്ല സുന്ദരമായ വീടുകളാണ്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, ഇവിടെയെല്ലാം ദീദിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ സംസാരിച്ചു. എന്നാലും ഇപ്പോൾ ഇതിൻ്റെ മേലേക്ക് വന്നിട്ട് ഫോറസ്റ്റാണ്. ഈ ഒരു ഗ്രാമത്തിൽ മറ്റ് ഹോം സ്റ്റേകൾ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ അങ്ങനെയുള്ള സാധനത്തിനൊന്നും അനുമതി കൊടുക്കത്തില്ലെന്നേ. ഇവിടെ ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇവരുടെ കൃഷിയിടങ്ങളും മാത്രമാണ് കേട്ടോ ഈ ഒരു തട്ടുതട്ടായിട്ടുള്ള ഭാഗത്തുള്ളത്. आपका नाम क्या दीदी? नाम क्या है आपके? इंदिरा दीदी. ओके, थैंक यू. फिर मिलेंगे. मैं नीचे जाके देखेगा. ठीक है. जोगी घाट पूछिए, उधर जाके. हाँ, उधर जाइए, बहुत अच्छा है. अच्छा है. ഓക്കെ. എനിക്കുണ്ടല്ലോ ദീദി ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ ഒരു ജംഗ്ഷനില്ലേ, ആ ഒരു ജംഗ്ഷനിൽ നിന്നും വീണ്ടും ആ കാട് കയറി പോണേ. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് നല്ല സുന്ദരമായിട്ടുള്ള ഹോം സ്റ്റേകളും ഗ്രാമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാനേ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഹോം സ്റ്റേ വെക്കാത്തത് വളരെ മോശമാണ്. ശരിക്കും നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ല വ്യൂ ഉണ്ട്, കണ്ടില്ല നിങ്ങൾ. അന്നേരം ഇവിടെ ഒരു ഹോം സ്റ്റേ പണിതിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗസ്റ്റുകൾ വരുമെന്ന് പറഞ്ഞേ. അപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ സജഷൻ കൊടുക്കാൻ പറ്റൂ. ശരിക്കും ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനെ കുറച്ചധികം നാളിങ്ങനെ ഹോം സ്റ്റേയിലൊക്കെ വന്നു നിന്ന് ഇവരുടെ കൃഷിയിടത്തിലൊക്കെ പോയി അവരുടെ കൂടെ പണിയെടുക്കാൻ, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഒരു പീസ്ഫുൾ ലൈഫ് നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ തേടി വരും കേട്ടോ. ശരിക്കും ഞാൻ അങ്ങനെ തേടി വന്നതാണ്. പക്ഷേ നമുക്ക് താമസത്തിനുള്ളൊരു സൗകര്യം കിട്ടിയില്ല. ടെൻ്റ് അടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ വന്ന് തന്നെ പൊക്കിക്കൊണ്ട് പോകും. കാരണം ഇവിടെ മറ്റേ സാധനമുണ്ട്, ബാഗ്. ഫോറസ്റ്റുകാരല്ല, ശരിക്കും നമ്മളുടെ ബാഗ് തന്നെ വന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോകും. പോയി നോക്കാമല്ലോ നമുക്കിനി. നേരത്തെ കണ്ട ആ ഒരു മാനില്ല, അതിൻ്റെ പുറകെ ചിലപ്പോൾ മിക്കവാറും ഒരു പുലി ഉണ്ടാവണം. ഭാഗ്യമുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് കിട്ടും. ശരിക്കും ഞാൻ വീണ്ടും ആ ഒരു കാട്ടിലേക്ക് തന്നെ തിരിച്ചു കയറിയേ. സൂര്യനെ പതുക്കെ ആ ഒരു മലയുടെ അപ്പുറത്തേക്ക് പോയി പതുക്കെ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ ദിവസത്തെ താമസം തപ്പി പതുക്കെ ഇതാ മല ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഉണ്ടല്ലോ കണ്ടങ്ങൾ, നല്ല സുന്ദരമായിട്ടുള്ളൊരു ഹോം സ്റ്റേ ഉണ്ട്. പക്ഷേങ്കിൽ മുഴുവൻ അടഞ്ഞെടുക്കുകയാണ്. ഇവിടെ വിളിക്കാനുള്ള നമ്പറുകൾ അതടച്ച് വെച്ചിട്ടുള്ള, പക്ഷേ താഴെ ഏതൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വിളിച്ച് നോക്കിയാലോ. നോക്കി നല്ലൊരു പൊസിഷനിലുള്ള ആ വീടിൻ്റെ താഴത്തെ നിലയിൽ തന്നെ ഈ ഒരു ഹോം സ്റ്റേയുടെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചു. അങ്ങനെ റൂം സെറ്റായിട്ടുണ്ട്. അതായത് 750 രൂപ ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് റൂമിൻ്റെ റേറ്റ് പറഞ്ഞത്. ഞാനിപ്പോഴേ ഒന്ന് താഴെ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഇതൊരു വില്ലേജ് ഏരിയ ആണ്. ഇവരുടെ ഒരു ചെറിയ മാർക്കറ്റ് പോലത്തെ ഭാഗം താഴെയുണ്ട്. അവിടെ സാധനങ്ങൾ കിട്ടും എന്നാണ് പറഞ്ഞത്. ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു കേട്ടോ, കുക്ക് ചെയ്യണം എനിക്ക് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ചെയ്തോളൂ. പക്ഷേങ്കിൽ ഞാൻ ഒരു അബദ്ധം കാണിച്ചു. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ. ഞാനുണ്ടല്ലോ അതാ ഈ ഒരു ഷോപ്പിലേക്ക് വന്നു. ഇവിടെ ഭയ്യാജി ഉണ്ട്. നമസ്തേ ഭയ്യാജി, കൈസേ ഹേ ആപ്? ടീക്ക് ഹേ. ഓക്കെ. ഞാൻ അതാ മുട്ട വാങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ നൂഡിൽസ്, കുറച്ച് സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടേ. ഓക്കെ ഭയ്യ, ഫിർ മിലേംഗെ. ഓക്കെ.
വീണ്ടും കുറച്ചും കൂടി താഴ്ത്തു വന്നു, എല്ലാ സാധനങ്ങളും കിട്ടിയില്ല. അന്നേരം ഇവിടെ ഇതാ ഒരു ഹോട്ടലുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ചായക്കട പ്ലസ് എല്ലാം കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഏ ഗാവ് കാ നാം കേ ഭയ്യ? സിറ്റോങ് 2. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. നമസ്തേ ഭയ്യ, കൈസേ ആപ് ലോഗ്? ബടിയ. ഓക്കെ ഓക്കെ, ഫിർ മിലേംഗെ. അരി നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, പക്ഷേ കറി വെക്കാനുള്ളതൊന്നും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് വീണ്ടും താഴോട്ടേക്ക് വരേണ്ട വന്നു. ഇതുണ്ടാവുക ചിക്കനും കുറച്ച് തക്കാളി, 2 തക്കാളി എനിക്ക് ഓഫർ കിട്ടിയത് കേട്ടോ. ചിക്കൻ വാങ്ങിയപ്പോൾ തക്കാളി ഫ്രീ, അത് 2 വാങ്ങി. ഇനിയിപ്പോൾ മല കയറുകയാണേ, കുറച്ചധികം ലേറ്റായി. ചിക്കനൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റായി. ഞാൻ പിന്നെ ചിക്കൻ എന്താ വാങ്ങാമെന്ന് വെച്ചതെന്നോ, ഞാൻ ഇന്നും അതുപോലെ തന്നെ നാളെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ഗ്രാമമൊക്കെ ഒന്ന് നടന്ന് കാണാം. അപ്പം അതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങുവാണെങ്കിൽ കറി അങ്ങോട്ട് നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നാളെയും വേണമെങ്കിൽ മറ്റന്നാളെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. തിരിച്ച് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലെത്തി. താഴെ അങ്ങ് അടിവാരത്തായിട്ട് നമുക്ക് ലൈറ്റുകളൊക്കെ കാണാം കേട്ടോ. അതെല്ലാം ഓരോരോ പട്ടണങ്ങളാണ്, അത് അവിടെയൊക്കെയുണ്ട്. ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഭാകരനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രഭാകരനും പോട്ടെ, മീനുക്കുട്ടി ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്ത് സെൻട്രൽ ലോക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം. കുക്കിംഗ് ആരംഭിക്കണം. കഞ്ഞിയും ചിക്കൻ വറുത്തതും ചിക്കൻ കറിയും. എന്താ ഗ്രാൻഡല്ലേ? ഇതാണ് കേട്ടോ നമ്മുടെ റൂമേ. ശരിയൊരു 3 പേർക്ക് കിടക്കാൻ പറ്റും. അതുകൂടാതെ ഇവിടെ ചെറിയൊരു ബാത്റൂമുണ്ട്, നൈസാണ്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പക്ഷേങ്കിൽ ബാൽക്കണിയിൽ നിന്ന് വ്യൂ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ ഒരു നിർവാഹമില്ല. രാവിലെ ഞാൻ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ വേണമെങ്കിൽ ലൈറ്റ് മാത്രം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെയൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ ലൈറ്റ് കാണുന്നത് വലിയ മല ആണ്. അവിടെയുള്ള ഓരോ ഗ്രാമങ്ങളാണ് കാണുന്നത്. കുക്കിങ്ങേ ബാൽക്കണിയിൽ വെച്ച് തന്നെയാണ്. കഞ്ഞി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ചിക്കൻ കറി ആക്കാനും അതുപോലെ തന്നെ വറക്കാനുമുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് മസാല ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനൊരു ബാൽക്കണി ഉള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. പുറത്തുണ്ടല്ലോ ചെറുതായിട്ട് മഴ പൊടിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തുളി, അതാണ് ആ സൗണ്ടാണ് കേൾക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ചിക്കൻ്റെ ആ ഒരിതും ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. അങ്ങനെ ചിക്കൻ വറുത്തതും നമ്മളുടെ ചൂട് കഞ്ഞി റെഡിയായപ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മഴയും പിന്നെ അത്യാവശ്യം നല്ല തണുപ്പും ഒക്കെ ആയി തുടങ്ങി കേട്ടോ. പക്ഷേ ഈ ഒരു തണുപ്പത്ത് ഈ ഒരു ചൂട് കഞ്ഞി കുടിക്കാനായിട്ടേ വല്ലാത്തൊരു സുഖമാണ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഉണ്ടല്ലോ നമ്മളെ ചുറ്റുമുള്ളതൊന്നും കാണിക്കാതെ നമ്മളുടെ കോടമഞ്ഞില്ലേ, ഈ നാടിൻ്റെ സ്വന്തം കോടമഞ്ഞ്, അത് മൂടിയ താഴ്വരയാണ് നമുക്കിതാ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ കാണാനുള്ള കാഴ്ചയുള്ളത്. ഈ ഗ്രാമവും ആ ഒരു മൂടൽമഞ്ഞിൽ പതുക്കെ അങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. പക്ഷേങ്കിൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രഭാതം കേട്ടോ. ആ ഒരു ചെറിയ ഇന്നലത്തെ മഴയുടെ തണുപ്പും ഒക്കെയുണ്ട്. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും മഴയില്ലെങ്കിലും മൊത്തത്തിൽ ഇങ്ങനെ മൂടിയാണ് നിൽക്കുന്നത്. ആദ്യമേ കാത്തിരുന്നത് മുഴുവൻ മൂടൽമഞ്ഞായിരുന്നെങ്കിൽ പിന്നീട് അതൊരു മഴയായിട്ട് മാറി. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നമ്മളുടെ കഞ്ഞി എടുത്തു, ഇന്നലെ ഇട്ടത് അത് തന്നെ വീണ്ടും ഒന്ന് ചൂടാക്കുന്നുണ്ട്. കുറച്ച് ബാക്കിയുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതാക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ഭാഗമെല്ലാം പതുക്കെ ക്ലിയറായി വന്നിട്ടുണ്ട്. അങ്ങ് ദൂരെയായിട്ട് അവിടെയൊക്കെ ചെറിയ രീതിയിൽ മലനിരകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. ഇന്നലെ രാത്രി ഇവിടേക്ക് കയറി വന്നതുകൊണ്ട് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വ്യൂ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. രാവിലെ ആകുമ്പോൾ അത് കാണാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് ഇപ്പോഴും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. കാരണം ഫുള്ള് കോട കയറിയിട്ടാണുള്ളത്. ഇന്നത്തെ ദിവസം ഒരു മഴ ആണ് ഈ ഒരു ഗ്രാമത്തെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. സ്വാഭാവികം മാത്രം, ഇതിലൊന്നും നമുക്കൊരു കൺഫ്യൂഷനേ ഇല്ല. എന്തായാലും അങ്ങനെ ഒരു മഴ വരും. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു റൂമിനോട് ചേർന്ന് തന്നെ ഇതാണ് റൂം. ഞാൻ മൊത്തം ഇതെല്ലാം അടുക്കി വെക്കാനുള്ളതാണ്. മൊത്തം അരങ്കോളായിട്ടാണ് കിടക്കുന്നത്, ക്ഷമിക്കുക. ചിക്കൻ ഇന്നലെ വറുത്തത് കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഈ ഒരു റൂമിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ബാൽക്കണി, അവിടെ ഒരു റൂമുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ബാൽക്കണി ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് കാണുന്ന കാഴ്ച എങ്ങനെയാണ്, ഇതിൻ്റെ താഴോട്ടേക്കുണ്ടല്ലോ ആ ഒരു ഗ്രാമം ഇങ്ങനെ പോയി ഇതുണ്ടോ, അതെല്ലാം ഒരു ഗ്രാമം, അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ കാണാം. ആ ഒരു ടാറ്റർ റോഡ് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ മഴയായതുകൊണ്ട് നമുക്ക് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എനിക്കൊരു പ്ലാനുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഈ ഒരു ഗ്രാമത്തിൽ കൂടിയൊക്കെ ഒന്ന് നടന്ന് ആളുകളെയൊക്കെ ഒന്ന് കാണണം എന്നുള്ളത്. നോക്കട്ടെ, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും മഴ പോകുമെന്ന് തോന്നുന്നു. കണ്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു മേഘത്തിന് മേലെയാണ് കേട്ടോ വീട് വെച്ച് താമസിക്കുന്നത്. മഴയെ പെയ്തൊഴിയുന്നതിന് ആ മേഘങ്ങളൊക്കെ ഇല്ലാതായി ദൂരെയുള്ള മലനിരകളൊക്കെ നമുക്കങ്ങനെ വിസിബിളായി തുടങ്ങി. പതുക്കെ സൂര്യവെളിച്ചവും വന്നു. ആ ഒരു വെളിച്ചത്തിൽ നമുക്ക് ഈ ഒരു ഗ്രാമം നല്ല കളർഫുള്ളായി കണ്ടു തുടങ്ങിയിരിക്കുന്നു. രാവിലെ തുടങ്ങിയ മഴയ്ക്കുണ്ടല്ലോ ഇപ്പോഴാണ് വൈകിട്ടായപ്പോഴത്തേക്കുമാണ് ചെറിയൊരു ശമനം വന്നത്.
അപ്പോഴത്തേക്കും ആ ഒരു സൂര്യവെളിച്ചം കണ്ടപാടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നമ്മളുടെ മീനുക്കുട്ടി ഇതാ ഇവിടെയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങ് കുന്നിൻ്റെ മേലേന്ന് വണ്ടികളൊക്കെ വീണ്ടും താഴോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വാ നമുക്കൊന്ന് നടന്നിട്ട് വരാമല്ലോ. സ്കൂൾ വിട്ടിട്ടേ ഈ ഒരു ഹോം സ്റ്റേയിലെ വീട്ടിലെ കുട്ടികൾ അവർ റിട്ടേൺ വന്നതാണ് കേട്ടോ. സമയം വന്നിട്ട് 4:15 ഇതിൻ്റെ സൈഡിൽ കൂടി തന്നെ എന്താ താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി പോലെ കാണുന്നുണ്ട്. അതുവഴി തന്നെ നമുക്ക് നടക്കാം. നടക്കുമ്പോഴേ സൂക്ഷിക്കണം. ഇതുപോലുള്ള ഒരു വഴിയിൽ വെച്ചാണ് നമുക്ക് സിക്കിമിൽ വെച്ചിട്ട് കാല് മടിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നമുണ്ടായത്. നമ്മൾ നിന്ന ഹോം സ്റ്റേയുടെ താഴെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. ആ ഒരു മലയുടെ സൈഡിൽ തൂണിലായിട്ടാണ് 2 നില, 2 അല്ല ശരിക്കും 3 നിലയുണ്ട്. താഴെയോടെ വിറക് വെച്ചേക്കാണ്. നമസ്തേ ഭയ്യ. ആ ഒരു കുഞ്ഞുപാവ കൂടി ഉണ്ട് കേട്ടോ. അതാ അപ്പം 3 നിലയായിട്ട് ഏറ്റവും മേലത്തെ ടോപ്പിൽ 3 മുറികളാണ് ഈ ഒരു ഹോം സ്റ്റേക്കുള്ളത്. അവിടെ നിന്നും താഴോട്ടേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു വാലിയുടെ കാഴ്ചയാണ്. അതൊക്കെയാണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത്. അപ്പോൾ എന്തായാലും വാ, ഇതുവഴി ഇങ്ങനെ ഒരു മൺപാത താഴോട്ടേക്ക് പോകുന്നുണ്ട്. ഇതുവഴി നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണാൻ പറ്റും. ഇതെന്തത് തേയിലയാണ് കേട്ടോ. തേയില പൂക്കുന്ന ടൈമാണെന്ന് തോന്നുന്നു. തേയിലയുടെ പൂ കണ്ടില്ല നിങ്ങൾ? തേയില പൂക്കളൊക്കെ നമുക്കിതാ ഇവിടെ കാണാൻ പറ്റും. അതുകൂടാതെ തേയിലയുടെ കായും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ കല്ലൊക്കെ അത്യാവശ്യം ഒരു വഴുക്കലുണ്ട് കേട്ടോ. അതേമേ ഇതിൻ്റെ സൈഡിൽ കൂടി എല്ലാം ഇവർ തേയില നട്ടു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചായ വെക്കാൻ വേണ്ടി ഇവർ ഇതാണ് പറിച്ചെടുക്കുന്നത് പോലും. എന്താ ഇവിടെ നമ്മളുടെ എന്താ കോലിഞ്ചിന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഈ ഒരു സാധനത്തിന് പറയുന്നത്. ആ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ ശരിക്കും പൈൻ മരത്തിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് കേട്ടോ. കാരണം പൈനിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഇലയല്ല ഉള്ളത്. ഇത് ശരിക്കും കുന്തിരിക്കമില്ലേ, കുന്തിരിക്കത്തിൻ്റെ ഒക്കെ പോലത്തെ ഇല അല്ല, കുന്തിരിക്കമല്ല, വേറെ എന്തോ ആ ഒരു ഫാമിലിപ്പെട്ട സാധനമാണ്. ഇവിടെ പിന്നെ വെള്ളം വരുന്നത് ഇവിടുത്തെ മേലെ നിന്നുമുള്ള ഉറവകളിൽ നിന്നും ഇതുപോലുള്ള ടാങ്കുകളിലേക്ക് എന്താ പറയുക 24 hours ഇങ്ങനെ വെള്ളം വന്നു കയറിയും അത് പിന്നെ താഴെയുള്ള വീടുകളിലേക്ക് പൈപ്പ് ഇട്ട് അവർ കണക്ട് ചെയ്യും. അങ്ങനെയാണ് വെള്ളത്തിൻ്റെ ഒരു സൗകര്യമുള്ളത്. ഇതാ ഇവിടെ നിന്ന് ഈ ഒരു വഴി നേരെ പോകുന്നത് അവിടെയായിട്ട് ചെറിയൊരു വീടുണ്ട്. ആ ഒരു വീട്ടിലേക്കാണ് കേട്ടോ. എന്തായാലും ഇപ്പം ഞാൻ ആ വീട്ടിലോട്ട് കയറുന്നില്ല, തിരിച്ചു വരുമ്പോൾ കയറാം. ഈ ഒരു വഴിയുണ്ടല്ലോ ശരിക്കും താഴോട്ടേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയാണ്. ആ ഒരു റോഡ് മാറ്റിയിട്ട് വീടുകളുടെ സൈഡിലൂടെയുള്ളൊരു വഴിയെ. നല്ല അത്യാവശ്യം വലിയൊരു വീടാണല്ലോ ഇത്. ഈ വീടൊക്കെ വേണമെങ്കിൽ ഇവർക്ക് മേളിത്തെ മുറികളൊക്കെ ഒരു ഹോം സ്റ്റേക്ക് കൊടുക്കാൻ കേട്ടോ. അതെ, ഇതൊരു ഹോം സ്റ്റേ ആണ്, സരോജ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കെട്ടിടമാണ്. ഇവിടെ നിന്ന് താഴേക്കുള്ള വ്യൂവും അത്യാവശ്യം നല്ല ഭംഗിയുള്ളതായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി വരില്ല എന്നുള്ളതാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ വന്ന് ചാടുന്നത് ഇതാ ഒരു കറങ്ങി വരുന്ന റൂട്ടിൻ്റെ അടുത്ത റിങ്ങിലേക്കാണ്. എത്തി. ഇവിടെ ഈ ഒരു റോഡിന് സൈഡിൽ തന്നെ ഉള്ളത് മറ്റൊരു ഹോം സ്റ്റേ ആണ്. ഇതുണ്ട് ചേത്രി ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് അവരുടെ കോൺടാക്റ്റ് നമ്പറൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അതുകൂടാതെ ഇതാ തൊട്ടപ്പുറം നമ്മൾ നേരത്തെ കണ്ട ഒരു ഹോം സ്റ്റേയുടെ കോൺടാക്റ്റ് നമ്പറൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പർ തൊഴിയോക്ക് സിത്തൂങ് 2 എന്നതാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. നൈസ് ഏരിയ ആണ്. ഇതാ ഇവിടെ കണ്ടില്ല നിങ്ങൾ, ആ കാണുന്നതൊക്കെയും അതുപോലുള്ള പല ഹോം സ്റ്റേകളാണ്. അവരുടെ കൃഷിയിടങ്ങൾ ഇതാ ഇവിടെ ഈ ഒരു താഴെ ഭാഗത്തായിട്ടുണ്ട്. ശരിക്കും ഇവിടെ താമസിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കണ്ടില്ല നിങ്ങൾ, മേഘങ്ങളിൽ താമസിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ നിന്നും കിട്ടുക കേട്ടോ. ആ കാണുന്നതൊക്കെ വലിയ മലനിരകളാണ്, മൊത്തം മൂടിയിട്ടാണുള്ളത് മേഘങ്ങൾ. ഈ ഒരു ഗ്രാമത്തിൻ്റെ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഇവിടുത്തെ ഓരോ വീടുകളും ഓരോ ഹോം സ്റ്റേ ആയിട്ട് മാറുകയാണ് കേട്ടോ. ഇവിടെ വരുന്ന ഓരോ ടൂറിസ്റ്റുകളെ കൊണ്ടും ഇവിടുത്തെ ഓരോ വീടിനും വരുമാനം ഉണ്ടാകുന്നു. ഈ ഒരു വീടിൻ്റെയൊക്കെ ഉണ്ടല്ലോ വളപ്പിൽ നട്ടേക്കുന്നത് മുള്ളങ്കിയാണ് കേട്ടോ. മുള്ളങ്കിയുടെ സീസണാണ് ഇവിടെയുള്ളത്. റോഡിനോട് ചേർന്നിട്ട് ദാ ഈ കാണുന്നതും മറ്റൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഞാൻ ആ ഒരു പറഞ്ഞു നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ കണ്ടങ്ങൾ കോടമഞ്ഞ് മേലോട്ടേക്ക് കയറി വരുന്നത് അവിടെ ഉണ്ടായിരുന്ന സൂര്യനെയൊക്കെ മറച്ച് വീണ്ടും പതുക്കെ ആ ഒരു ഇരുട്ട് വന്ന് നിറഞ്ഞു കേട്ടോ. ഞാനെന്തായാലും ഉണ്ടല്ലോ മുൻപോട്ടേക്ക് തന്നെ നടക്കുകയാണ്. ഈ ഒരു ഗ്രാമത്തിൻ്റെ ഹോം സ്റ്റേകൾ ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. കോൺടാക്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ബോർഡിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സമയം ഉണ്ടല്ലോ ഇവിടുത്തെ ഹോം സ്റ്റേകളുടെയൊക്കെ ഒരു ഓഫ് സീസൺ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല മഴയുള്ള സമയം. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ആഘോഷ സീസണൊക്കെ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ഹോം സ്റ്റേ ഒക്കെ വൃത്തിയാക്കലും അതിൻ്റെ പണിയുന്ന കാഴ്ചകളൊക്കെയാണ് കണ്ടത്. ആ ഒരു ടൈമിൽ ഇവിടേക്ക് ശരിക്കും താഴെ ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ വന്ന് താമസിക്കും കേട്ടോ.
ഈ കാണുന്നതൊക്കെ അതുപോലുള്ള പല ഹട്ടുകളാണ്, 1 2 3 4 ഹട്ടുകളൊക്കെ. അതുകൂടാതെ ഇവിടെ അവരുടെ കിച്ചണൊക്കെ ആയിട്ട് ശരിക്കും കണ്ടില്ല നിങ്ങൾ, ഭംഗിയുള്ള ഒരു ഭൂപ്രകൃതി സ്വന്തമായിട്ട് ഈ ഒരു ഗ്രാമത്തിനുള്ളത് കൊണ്ട് തന്നെ അത് ഈ ഒരു നാട്ടുകാരുടെ വരുമാന മാർഗമായി മാറി. മറ്റ് ദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഈ ഒരു നാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരാൻ തുടങ്ങി. അവിടെയുള്ളവർക്ക് തുടക്കത്തിലൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ വീടുകളുടെ സിംഗിൾ റൂമുകളൊക്കെയാണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഹോം സ്റ്റേകൾ പതുക്കെ വളർന്നു തുടങ്ങിയത്. പിന്നെ കൂടുതൽ ആളുകൾ വന്നപ്പോഴത്തേക്കും ഇവർ പതുക്കെ കൂടുതൽ റൂമുകളൊക്കെയുള്ള സെപ്പറേറ്റ് ബിൽഡിങ്ങുകളൊക്കെ പണിയാനൊക്കെ തുടങ്ങി കേട്ടോ. എന്തായാലും ഇന്ന് ഈ നാട് ശരിക്കും ഈ ഒരു ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ഒരു നാടാണ്. ശരിക്കും ഈ ഒരു നാടും നാട്ടുകാരുമൊക്കെ വളരെ സന്തോഷത്തിലും കൂടിയാണ് അങ്ങനെ ഒരു കാര്യം ഇവർക്ക് ഉള്ളത് കൊണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു കാട് പിടിച്ച പോലെ വള്ളിപ്പടർപ്പുകൾ കിടക്കുന്നില്ലേ, അത് ശരിക്കും നമ്മളുടെ ചൗചൗ ആണ് കേട്ടോ, ചൗചൗ. അതുകൂടാതെ ഇവിടെ നമുക്ക് മരത്തക്കാളിയുടെ മറ്റൊരിതും കാണാൻ പറ്റും. അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഈ ചൗചൗ അല്ലെങ്കിൽ ഇസ്കുസ്, ഈ സാധനമാണ് കേട്ടോ ഇവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു സബ്ജി മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ അതുപോലെ തന്നെ ഇല, പിന്നെ ഇതിൻ്റെ വേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈ കാച്ചിലൊക്കെ പോലെ തന്നെ ഉണ്ടാകുന്നൊരു സാധനമാണ്. അതൊക്കെയാണ് ഇവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം കേട്ടോ. മുമ്പിൽ കണ്ട ഒരു വഴിയിലോട്ട് കയറി വെറുതെ ഞാനങ്ങനെ നടക്കുകയാണ്. അപ്പം മല കയറാനാണ് കേട്ടോ തുടങ്ങിയത്. ഇത്ര നേരം ഇറങ്ങുമായിരുന്നു. ഇതിലൂടെയുള്ള ഒരു നടത്തവും അങ്ങനെ വെറുതെ ആവത്തില്ല കേട്ടോ. ഭംഗിയുള്ള കാഴ്ചകൾ നമ്മളെ തേടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നടന്ന് മല കയറി നമ്മൾ താഴെ ഒരു ബോർഡ് കണ്ടില്ലായിരുന്നോ, കല്യാണി ഹോം സ്റ്റേ എന്നുള്ളത്. ഇതാണ് കല്യാണി ഹോം സ്റ്റേയുടെ ഇവിടം വരെ എത്തി. ഇവിടെ നിന്നുള്ള ആ ഒരു താഴെഭാഗത്തെ വ്യൂ വളരെ രസമാണ് കേട്ടോ. ഇവിടെ മുമ്പിൽ പ്രത്യേകിച്ച് മറയ്ക്കാനായിട്ടൊന്നുമില്ല, നല്ല വ്യൂ ആണ് ശരിക്കും. മേഘങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നത്. കല്യാണി ഹോം സ്റ്റേ ഇവിടെ ഉണ്ടല്ലോ. അത് ഈ കാണുന്ന പഴയ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ, ആ ഒരു വുഡൻ അതും കൊണ്ടൊക്കെ ആക്കിയത്. ശരിക്കും ഇത് ഇവിടുത്തെ ഒരു സ്റ്റേഷനറി കടയാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവരെന്തോ പറിച്ചിട്ട് അത് കളക്ട് ചെയ്യുകയാണ് കേട്ടോ. ക്യാ സബ്ജി ബനാത്തെ ക്യാ? അച്ചാർ. ഉപ്പിലിടുന്ന സാധനമാണ് കേട്ടത്. നിങ്ങൾ തിമ്പൂർ ഓക്കെ. ഇതിനുണ്ടല്ലോ ഇഞ്ചിയുടെ ഒക്കെ ഒരു മണം. തിമ്പൂർ ഐസേ ഇങ്ങനെ തിന്നെന്ന് പറഞ്ഞ അച്ചാനായി. നല്ല കുത്തലുള്ള എരിവുള്ള ഇത്. അത് ശരിക്കും ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മരമാണിത്. ഇതുണ്ട, അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു പൂവിന് ശേഷം ഉണ്ടാകുന്ന കായാണ് ഈ കാണുന്നത്. ഇതാണ് ഇവർ അച്ചാറിട്ട് കഴിക്കുന്നത്. നൈസ്. അബി വോ മാർക്കറ്റ് മേ ബേച്ച്തായൊക്കെ. അച്ഛാ ഇവരത് മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറിച്ചതാണ്. ഇസ്ക പേട് കിതർ ഇതറിയേ ഊപ്പറേ. अच्छा दही भैया आपका घर है ये? ओके. ये कल्याणी होम स्टे कौन सा है? ये मेरा है. ओ आपका ये ओके. कल्याणी होम स्टे ഉടമസ്ഥനാണ് കേട്ടോ അത് ഉള്ളത്. ओके नमस्ते. मैं केरल से आ रहे. केरला से बाइक में आया घूमने. बाइक में बहुत सुंदर है आपका ये गाँव. ഈ ഒരു ഗ്രാമത്തിൻ്റെ പേരുണ്ടല്ലോ ലാമാഗാവ് എന്നാണ് കേട്ടോ. അപ്പം ഈ ഒരു ഗ്രാമത്തിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കല്യാണി ഹോം സ്റ്റേയിൽ വരാം. ഞാൻ അതിൻ്റെ ബോർഡ് മുമ്പേ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹോം സ്റ്റേകളുടെ ഗ്രാമമാണ് എന്നുള്ളത് ഇത്രയും നേരത്തെ കാഴ്ചകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ അവിടെ ആ ഒരു പറിക്കുന്നവരില്ല, അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഈ ഒരു ചേട്ടൻ്റെ സൗണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മരം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് മേലേന്ന് വിളിച്ചു പറഞ്ഞു അതിൻ്റെ മരം കാട്ടിലാണ്, ആ പിള്ളേരുടെ മരം ഞാനാണ് എന്ന് കേട്ടോ. അത്യാവശ്യം രസികനായിട്ടുള്ള ഒരാളാണ്. നമ്മളെ ഈ ഒരു നാട്ടിലുള്ള ആളുകളും പൊതുവെ അങ്ങനെയാണ് കേട്ടോ, നമ്മളോട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഇടപെടും. അതുകൊണ്ടൊക്കെയാണല്ലോ ഇവിടെ ടൂറിസ്റ്റുകളും അധികം വരുന്നത്. ഇവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വെയിലായതുകൊണ്ട് എല്ലാവരും നടക്കാനും ഈ ഒരു സമയത്താണ് കേട്ടോ ആളുകളൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ആയിട്ട് വന്നത്. ഇവർക്കുണ്ടല്ലോ ഈ ഒരു റൂംസ് കൂടാതെ ഹട്ട്സ് അതും ഉണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ ഹട്ടുകളാണ്. ജസ്റ്റ് നമുക്കൊന്ന് പോയി കാണാമല്ലോ. അത് ഇവർ വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്, അതായത് പൈൻ വുഡ് കൊണ്ട്. നോക്കി ഇറങ്ങണം കേട്ടോ. ഇതുകൊണ്ട ഈ ഒരു കൃഷിയിടത്തിൽ നല്ല ഭംഗിയുള്ള ഒരു താമസ സ്ഥലം. ശരിക്കും ഭയങ്കര രസം ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് അതിന് മുമ്പിൽ മൊത്തം കൃഷിയിടമാണ്. അതുകൂടാതെ ഇവിടെ ആയിട്ട് ഒരു മീനിൻ്റെ കുളം, മീൻകുളമുണ്ട്. അതുകൂടാതെ ഈ കാണുന്നതാണ് പൈൻ കൊണ്ടുണ്ടാക്കിയ ഇവരുടെ ആ ഒരു ഹട്ട്.
ഇവിടെ താമസിച്ചിട്ടേ രാവിലെ എണീറ്റ് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ് ഇവരുടെ കൃഷിയിടങ്ങൾ. അതുകൂടാതെ അങ്ങ് ദൂരെയായിട്ട് ആ കാണുന്ന മലനിരകൾ. മേഘങ്ങളൊക്കെ നമ്മളുടെ താഴെയാണ്, അവിടെ എല്ലാം മലനിരകളുണ്ട്. അതുകൂടാതെ വീണ്ടും നമ്മൾ വലത്തോട്ട് തിരിയുകയാണെങ്കിൽ പതുക്കെ പതുക്കെ കോടമഞ്ഞ് മൂടി നിൽക്കുന്ന നമ്മളുടെ പൈൻമര കാടുകളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതും സുന്ദരമായിട്ടൊരു ഗ്രാമമാണ്. ഇവിടെയുള്ള എല്ലാ വീടുകളുടെയും വളപ്പിലുണ്ടല്ലോ ഇതുപോലുള്ള നമ്മളുടെ മരത്തക്കാളിയില്ലേ, മരത്തക്കാളി ഉണ്ടാവും. ഇതുകൊണ്ട് ഇവർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കും കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാകുന്ന എരിവുള്ള ഒരു മുളകും പിന്നെ തിമ്പൂർ എന്ന് പറയുന്ന അവർ ആ പറിച്ചെടുക്കുന്ന കായില്ലേ, അതൊക്കെ ഇട്ട് അരച്ചിട്ടുണ്ടാകുന്ന ഒരു കിടിലൻ ചട്നിയെ അതിൻ്റെ കൂടെ മൊമോയൊക്കെ ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു രസമാണ് കേട്ടോ. അങ്ങനെ കുട്ടികളും കൂടി വന്നു കേട്ടോ. അവർ ആ ചെയ്യുന്ന പണി കാണുമ്പോൾ പിള്ളേർക്ക് അതൊരു രസം കൂടിയാണ്. പിന്നെ കൂടാതെ ഇവിടെ വിവിധ തരത്തിലുള്ള നല്ല കളർഫുൾ പൂക്കൾ ചെടികൾ ഒക്കെ ഉണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ കാലാവസ്ഥ ഇവിടെ നല്ല കളർഫുൾ ചെടികൾ വളരാൻ വളരെ അനുയോജ്യമാണ്. പതുക്കെ മൂടൽമഞ്ഞ് അങ്ങനെ വീണ്ടും കയറി തുടങ്ങി. ശരിക്കും ഉണ്ടല്ലോ ആ ഒരു കുരുവിനെ ഇഞ്ചിനേക്കാളും കൂടുതൽ മണമുള്ളത് നമ്മളുടെ ആ ഒരു പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ലില്ലേ, ആ ഒരു അതിൻ്റെ കുറേം കൂടി രൂക്ഷമായിട്ടുള്ള മണമേ. മൂക്കി തൊട്ടുകൊണ്ട് മൂക്ക് ചെറുതായിട്ട് പുകയുന്നുണ്ട്. എന്നിട്ടാണ് എന്നോട് പറഞ്ഞത് കഴിക്കാൻ പറ്റുന്നത്. കഴിച്ചായിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേനെ ഞാൻ. നമ്മൾ വന്നപ്പോൾ തെളിഞ്ഞു കണ്ട ആ ഒരു ഹോം സ്റ്റേകളൊക്കെ കോടമഞ്ഞിൻ്റെ ഉള്ളിലേക്ക് പോയി കേട്ടോ. എത്ര പെട്ടെന്നാണ് ഇവിടെ ഈ ഒരു കോട വന്ന് കയറുന്നതെന്നോ. വീണ്ടും ആ മെയിൻ എന്ന് തോന്നുന്ന റോട്ടിലേക്ക് വന്നിറങ്ങി കുറച്ച് ദൂരേക്ക് ഞാൻ താഴോട്ടേക്ക് ഇറങ്ങി വന്നു. നോക്കുമ്പോഴത്തേക്കും നല്ല കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനി അധികം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ കുടിച്ച ആ ഒരു കഞ്ഞി മാത്രമേ ഉള്ളൂ, പിന്നെ ഒന്നും വെച്ചിട്ടില്ല. ചെന്നിട്ട് വേണം ഇപ്പോൾ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ദഹിച്ച് പോകും. അതുകൊണ്ട് ഞാൻ താഴോട്ടേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ മേലോട്ടേക്ക് കയറാം. കോടമഞ്ഞും കയറിക്കൊണ്ടിരിക്കുക. നമസ്തേ. തിരിച്ചു നടക്കുമ്പോൾ കൂട്ടിനൊരാൾ വരുന്നില്ലേ? ആ കൂട്ടിനൊരാളെയും കൂടി കിട്ടി. ദ മൗണ്ടൻ ഗൈഡ്. ബാ കമോൺ. മറ്റേ പട്ടി പോയി, പക്ഷേ വേറൊരു പട്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ പട്ടികളുണ്ട്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി പട്ടികളാണ്. തിരിച്ച് നമ്മളുടെ ഹോം സ്റ്റേയിലേക്ക് വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റിയെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഇവരോട് ആദ്യം സംസാരിച്ച സമയത്ത് ആദ്യം 1500 രൂപയ്ക്കാണ് റൂമിൻ്റെ റേറ്റ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് 1200 രൂപയാക്കി. അപ്പോൾ 2 ദിവസത്തേക്ക് എടുക്കുവാണെങ്കിൽ 2000 രൂപയ്ക്ക് തരാമെന്ന് എന്നോട് പറഞ്ഞു, 2 ദിവസത്തേക്കും കൂടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 1500 രൂപയാണ് എൻ്റെ ബഡ്ജറ്റ്, അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് 1500 രൂപ ഇങ്ങനെ പറഞ്ഞ അവസാനം അവർ 1700 രൂപയാക്കി. അന്നേരം 1700 രൂപയ്ക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു 1500 തന്നെ മതി. ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ നോർമലി ടെൻറ്റിലാണ് നിൽക്കുന്നത്. മഴ ആയതുകൊണ്ടാണ് ഇന്ന് റൂമിൽ നിൽക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്കിവിടെ കുക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ 1500 ആണെങ്കിൽ 1500 ഓക്കെ ആക്കിക്കോ എന്ന് പറഞ്ഞ്. കാരണം പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ താഴെയുള്ള ഹോം സ്റ്റേകളിലൊക്കെ ആണെങ്കിലും ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നറും കൂട്ടിയിട്ടാണ് ഈ പറയുന്ന റേറ്റ് വരുന്നത്. അതായത് 1200 രൂപ നോർമൽ സീസൺ ടൈമിൽ. ഓഫ് സീസണൊക്കെ ആകുമ്പോഴത്തേക്കും അത്രയും കുറയ്ക്കും അവർ. 1000 രൂപ 900 രൂപ ആ റേഞ്ചൊക്കെ ആവും. 900 800 ആ റേഞ്ചൊക്കെ ആവും. പക്ഷേ എങ്കിൽ ഞാൻ അതെങ്ങനെ ആ ഒരു ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ക്യാൻസലായി, ഡിന്നറും ക്യാൻസലായി, 1500 രൂപയും കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം എനിക്ക് സംഭവിച്ചു കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഷെയർ ചെയ്യാത്തത്, ബാക്കിയെല്ലാം കാണിച്ചപ്പോഴും ഇത് കാണിക്കാണ്ടിരുന്നതെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അവിടെ നിന്നൊരു കുഞ്ഞു പാവയും ഒരു ചേച്ചിയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നലെ ഞാൻ ആ വരുന്ന സമയത്ത് ആ ചേച്ചീനെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. രാത്രിയായപ്പോഴത്തേക്കും താഴെയുള്ള മലനിരകളിലെ ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ ലൈറ്റ് വീണു. ഞാൻ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന ആ ചിക്കനില്ലേ, അത് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നിതാ ചിക്കൻ കറിയാക്കി. ഇന്ന് ചിക്കൻ കറിയും ചോറുമാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേയും നമ്മളെ വെൽക്കം ചെയ്യുന്നത് മഴ തന്നെയാണ് കേട്ടോ. നല്ല കിടില മഴയാണ്. ഞാൻ പോകാനായിട്ട് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നല്ല മഴ. അപ്പോൾ മഴ കുറയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും മീനുക്കുട്ടീനെ ഞാനൊന്ന് വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് ഫുള്ള് വൃത്തിയായിട്ടുണ്ട്. മഴയുടെ അവസ്ഥ ഇനിയിപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ആകുമോ എന്നറിയില്ല. ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. ഈ ഒരു മഴ തീർന്നിട്ട് വേണം നമുക്ക് വീണ്ടും മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്, പുതിയ ഹിമാലയൻ ഗ്രാമങ്ങളും അവിടുത്തെ ജീവിതങ്ങളും തേടി.
വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.